ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. മാർച്ച് 8 എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായത് എന്ന് എല്ലാവർക്കും ഒരു സംശയം വരാം. എന്തുകൊണ്ട് മാർച്ച് 7 ആയില്ല, അല്ലെങ്കിൽ മാർച്ച് 9 ആയില്ല? മാർച്ച് 8 എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു? അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 ആഘോഷിക്കുന്നതിന് പിന്നിൽ, അഥവാ ആചരിക്കുന്നതിന് പിന്നിൽ വനിതാ തൊഴിലാളികളുടെ സമര ചരിത്രമാണ്. 1908 അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ ടെക്സ്റ്റൈൽ ഫാക്ടറിയിലെ സ്ത്രീ തൊഴിലാളികൾ വൻ സമരം നടത്തി. നല്ല ശമ്പളവും ജോലി സമയം കുറയ്ക്കലും സുരക്ഷിതമായ ജോലി സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ടും സ്ത്രീകൾക്ക് വോട്ടവകാശം ആവശ്യപ്പെട്ടുകൊണ്ടും ഒക്കെയാണെന്ന് അവർ സമരം ചെയ്തത്. 1910 ജർമ്മൻ വനിതാ നേതാവ് ക്ലാര സെറ്റ്കിൻ ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം വേണമെന്ന് നിർദ്ദേശിച്ചു. 1917 റഷ്യൻ വിപ്ലവം തുടങ്ങാൻ കാരണമായ വലിയ സമരങ്ങളിൽ ഒന്നാണ് അന്ന് സ്ത്രീകൾ നടത്തിയ ബ്രെഡ് ആൻഡ് പീസ് എന്ന പേരിലുള്ള സമരം. അത് നടന്നത് മാർച്ച് 8 ആ സംഭവത്തിന് ശേഷം ഈ ദിവസം ലോകമെമ്പാടും വനിതാ ദിനമായി അംഗീകരിക്കപ്പെട്ടു. 1975 ഐക്യരാഷ്ട്രസഭയും അംഗീകരിച്ചു. മാർച്ച് 8 ലോക വനിതാ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ന് വനിതാ ദിനത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടൽ, ലിംഗസമത്വം, സ്ത്രീകളുടെ നേട്ടങ്ങളെ ആഘോഷിക്കൽ എന്നിവയാണ്. വനിതാ ദിനത്തിൻ്റെ ഔദ്യോഗിക നിറം പർപ്പിൾ ആണ്, നീലയും പിങ്കും കലർന്ന നിറം. ജസ്റ്റിസ്, ഡിഗ്നിറ്റി, ഇക്വാലിറ്റി എന്നിവയെ പ്രതീകവൽക്കരിക്കുന്ന നിറമാണ് പർപ്പിൾ, അഥവാ മലയാളത്തിൽ പറയുമ്പോൾ ഊത നിറം എന്നാണ് പറയാറുള്ളത്. ഇന്ത്യയിൽ എങ്ങനെയാണ് വനിതാ ദിനം ആഘോഷിക്കുവാൻ ആരംഭിച്ചത് എന്നറിയാമോ? വനിതാ ദിനം ആഘോഷിക്കാൻ ഇന്ത്യയിൽ ആരംഭിച്ചത് 1975 ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ആ കാലം മുതൽ തന്നെ ഇന്ത്യയിലെ വനിതാ സംഘടനകൾ, സർവകലാശാലകൾ, സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്നിവ വനിതാ ദിനമായി അത് ആഘോഷിച്ചു തുടങ്ങി. 1980കളിൽ ഇന്ത്യയിൽ വനിതാ പ്രസ്ഥാനങ്ങൾ ശക്തമായി. എന്താണത് ശക്തമാവാൻ കാരണമെന്നറിയാമോ? മുഖ്യമായും സ്ത്രീധന പീഡനങ്ങളായിരുന്നു. വനിതാ പ്രസ്ഥാനങ്ങൾ ശക്തമാവാൻ കാരണമായത് സ്ത്രീധന പീഡനങ്ങൾക്കെതിരെ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ, സ്ത്രീകളുടെ തൊഴിൽ അവകാശങ്ങൾക്കു വേണ്ടി എന്നിങ്ങനെ നാനാ മേഖലകളിലെ സമരങ്ങളിലൂടെയാണ് വനിതാ ദിനം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. 2000-ന് ശേഷം വുമൻസ് ഡേ വിപുലമായി ആഘോഷിക്കപ്പെടാൻ തുടങ്ങി. അപ്പോഴേക്കും അതൊരു ആഘോഷമായി തന്നെ തുടങ്ങി. അവാർഡുകൾ നൽകൽ, സെമിനാറുകൾ സംഘടിപ്പിക്കൽ, സ്ത്രീകളെ ആദരിക്കൽ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ഒക്കെ വളരെ വ്യാപകമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ പലതരത്തിലുള്ള റാലികൾ നടക്കുന്നുണ്ട്. വനിതകളുടെ റാലി, വനിതകളുടെ ശക്തി പ്രകടനം എല്ലാം നടക്കുന്നു. തൊഴിലാളി വനിതകളുടെ പങ്ക് ഇതിൽ നിർണായകമാണ്. സർക്കാർ പരിപാടികളും സ്കൂൾ, കോളേജ്, സർവകലാശാല തലങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. നിരന്തര സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് ലോക വനിതാ ദിനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. ഇതോടൊപ്പം തന്നെ വളരെ കൗതുകകരമായൊരു ചരിത്ര സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകുന്ന തരത്തിലുള്ള സമരകഥയാണത്. ആ ചരിത്ര സംഭവം എൻ്റെ അടുത്ത വീഡിയോ ആയി വരുന്നതാണ്. എല്ലാവരും അത്തരത്തിലുള്ള ഇൻസ്പിരേഷണൽ ആയ വീഡിയോകൾ കാണുന്നതിനായി, അറിവ് നേടുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ബെൽ ഐക്കൺ ഒന്ന് അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ വളരെ അപൂർവമായ ചരിത്ര സംഭവങ്ങൾ, ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.